തായ്നേരീസ് തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം സമാപിച്ചു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. ഒരാഴ്ച നീണ്ടുനിന്ന തായ്നേരി ശ്രീ തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ വിവിധ ചടങ്ങുകൾക്ക് ശേഷം 10 മണിയോടെ മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മാതൃവേദിയുടെ ഭജനയും തുടർന്ന് ശ്രീ രാമന്തളി ശങ്കരനാരായണ ഭജൻസ് ടീമിന്റെ ഭക്തിഗാനസുധയും ക്ഷേത്രാങ്കണം ഭക്തി നിർഭരമാക്കി. സമാപനത്തിന്റെ ഭാഗമായി 10,000 പങ്കെടുത്ത ആറാട്ട് സദ്യയും ശ്രദ്ധേയമായി. ചന്ദ്രഗ്രഹണമായതിനാൽ നേരത്തെ തന്നെ ആറാട്ട് സദ്യ ആരംഭിച്ചതായി വിനോദ് മാസ്റ്റർ പറഞ്ഞു. തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് ഭഗവാന്റെ ആറാട്ട് സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ രാവിലെ 11:45 മുതൽ തന്നെ ആറാട്ട് സദ്യ ആരംഭിച്ചു. കാരണം ഭക്തജനങ്ങളുടെ തിരക്ക് കുറക്കുവാനും അതുപോലെ ഇന്ന് ചന്ദ്രഗ്രഹണം ഉള്ളതുകൊണ്ട് 3 മണിക്ക് മുമ്പേ തന്നെ എല്ലാ ഭക്ഷണങ്ങളും നിർത്തുന്നതിന് വേണ്ടിയും ആണ് ഈ സദ്യ വളരെ നേരത്തെ തന്നെ ആക്കിയത്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുമുണ്ട്. ഇന്ന് ഏകദേശം 10,000 ആൾക്കാർക്ക് ഭക്ഷണമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് കേരളത്തിൻ്റെ പല പ്രത്യേകിച്ചും കാസർഗോഡ്, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. ഭഗവാന്റെ പ്രസാദമായ പാൽപ്പായസം വാങ്ങാനാണ് പ്രധാനമായും വരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പാൽപ്പായസങ്ങൾ ഇന്ന് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാത്രി 8 മണിയോടെ പാൽത്തിരപ്പുഴയിൽ ആറാട്ടും കരിമരുന്നു പ്രയോഗവും തിടമ്പ നൃത്തവും കൊടിയിറക്കത്തോടെ ക്ഷേത്ര മഹോത്സവത്തിന് സമാപനം കുറിക്കുകയും ചെയ്തു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞു. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചിനി. പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന് അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും? പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ? ഏത് കുറുമ്പടിയിലെ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.